വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവരെ പരസ്യമായ കാഴ്ചയാക്കി. കൊലോസ്യർ 2:15 ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാക്യമാണിത്. ഈ ഭൂമിയിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിന് എതിരായി വർത്തിക്കുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കീഴടക്കിയ ജയാളിയായ ക്രിസ്തുവിനെക്കുറിച്ച് ഈ വാക്യം വായിക്കുമ്പോഴെല്ലാം നമ്മുടെ ഉള്ളം തുള്ളും. ജയോത്സവത്തെപ്പറ്റിയും കൊണ്ടാട്ടത്തെപ്പറ്റിയും ഈ വചനം നമ്മോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം നടന്നത് ക്രൂശിലാകുന്നു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ, നമ്മുടെ പാപങ്ങൾക്കായി സ്വന്തം ശരീരത്തെ മുറിക്കുവാനായി നൽകിയപ്പോൾ, ശാപങ്ങളെ അവൻ്റെ മേൽ ചുമന്നപ്പോൾ, ദാരിദ്ര്യത്തെ അവൻ ഏറ്റെടുത്തപ്പോൾ, സകല അധികാരങ്ങളും പൈശാചിക ശക്തികളും ആയുധവർഗം വെച്ച് കീഴടങ്ങുകയായിരുന്നു. ക്രൂശിലെ ജയാളിയായ ക്രിസ്തുവിനെ നാം നോക്കുമ്പോൾ, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം. ക്രൂശ് അങ്ങനെ ഒരു വിജയ ചിഹ്നമാകുന്നു. പ്രിയരെ, ഇത് രഹസ്യത്തിൽ യേശു ക്രിസ്തു ചെയ്ത ഒരു കാര്യമായിട്ടല്ല വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരെ പരസ്യ കോലമാക്കി എന്ന് എഴുതിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു കാഴ്ചയായി ശത്രു പരാജയപ്പെട്ട് തോറ്റമ്പി നിൽക്കുന്നത് രഹസ്യത്തിലല്ല. സ്വർഗവും ദൂതഗണങ്ങളും വാഴ്ചകളും അധികാരങ്ങളും എല്ലാം കാണെ ജയാളിയായ ക്രിസ്തു അവയെ വാഴ്ചകളെയും അധികാരങ്ങളെയും പിശാചിനെയും ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് പരസ്യമായി ചെയ്ത ഒരു കാര്യമാണ്. ആർക്കും ഇതിനെ മൂടി വയ്ക്കാൻ സാധ്യമല്ല. കപട വിജയങ്ങളുടെ കെട്ടുകാഴ്ചകൾ അരങ്ങ് തകർക്കുന്ന ഈ ലോകത്തിൽ ക്രിസ്തു ക്രൂശിൽ ചെയ്ത ഈ വിജയഘോഷത്തിൻ്റെ അലയൊലികൾ ഓരോ ആരാധനയിലും ദൈവമക്കളായ നാം വിശ്വാസത്തോടെ, പാട്ടുകളോടെ, സങ്കീർത്തനത്തോടെ, ആർപ്പോടെ ഘോഷിക്കേണ്ടവരാണ്. തോൽപ്പിക്കപ്പെട്ട സാത്താനെയും നമ്മുടെ കാൽ കീഴിൽ ആക്കി വച്ചിരിക്കുന്ന പൈശാചിക അധികാരങ്ങളെയും അവരുടെ മേൽ ജയം ഘോഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെയും ഓർത്ത് വിശ്വാസത്താൽ എപ്പോഴും ആരാധിക്കുന്നവരായി, സ്തോത്രഗാനങ്ങൾ പാടുന്നവരായി, വിജയഘോഷം മുഴക്കുന്നവരായി ഈ ഭൂമിയിൽ ജയാളികളായി നമുക്ക് നടക്കാം. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം അതിനാവശ്യമായ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്ക് നൽകട്ടെ.